കർത്താവിൽ പ്രിയമുള്ളവരെ, മർത്തപറയും സമാജത്തിൻ്റെ 2025 വാർഷിക പരീക്ഷയുടെ പുസ്തകം വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത എഴുതിയ പുസ്തകത്തെ ആധികാരികമാക്കിയാണല്ലോ. അതിനാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രൂത്ത്, എസ്തേർ പുസ്തകങ്ങളുടെ ഒരാമുഖം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം. അതിലെ ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ എന്നുള്ളതാണ്. അത് രൂത്തും എസ്തേറുമാകുന്നു. രൂത്ത് ഏത് സമൂഹത്തിൽ ഉൾപ്പെട്ട സ്ത്രീയാണ്, അല്ലെങ്കിൽ ഏത് ജാതിയിൽ, ഏത് വംശത്തിൽ ഉൾപ്പെട്ട സ്ത്രീയാണ്? മോവാബിയ സ്ത്രീയാണ്. എസ്തേർ ഏത് സമൂഹത്തിൽ അതല്ലെങ്കിൽ ഏത് വംശത്തിൽ ഉൾപ്പെട്ട സ്ത്രീയാണ്? യഹൂദ വംശത്തിൽ. രൂത്തും എസ്തേറും സ്വന്തം ജീവിതത്തിലൂടെ എന്ത് വ്യക്തമാക്കിയവരാണ്? രൂത്തും എസ്തേറും സ്വന്തം ജീവിതത്തിലൂടെ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും. 2 കാര്യങ്ങളാണ്: ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും. 5-ാമത്തെ ചോദ്യം, പഴയ നിയമത്തിൽ എന്ത് അത്ഭുതാവഹമാണ്? യഹൂദ വംശജ അല്ലാത്ത ഒരു സാധാരണക്കാരി സ്ത്രീയുടെ പേരിൽ ഒരു പുസ്തകം ഉണ്ടാവുക എന്നത്. യഹൂദ വംശജ അല്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പേരിൽ ഒരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളതാണ്. രൂത്ത് മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിൽ എങ്ങനെ പങ്കാളിയായി? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത വഴി. വളരെ നല്ല ഒരു ചോദ്യമാണ്. രൂത്ത് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിൽ എങ്ങനെ പങ്കാളിയായി? അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം. അതിനുശേഷം 2 പോയിന്റുകൾ അവിടെ വരുന്നു. ഒന്ന്, അമ്മായിയമ്മയെ സ്വന്തം അമ്മയെ പരിചരിച്ചു, അതുപോലെ തന്നെ അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തത് വഴി. 7-ാമത്തെ ചോദ്യം, രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത് എന്ത് എന്നുള്ളതാണ്. നീതിമാനായ ദൈവം അവളെ താൻ കാലാപിറക്കുവാൻ പോയ വയലിൻ്റെ നാദയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങൾ. നീതിമാനായ ദൈവം അവളെ താൻ കാലാപിറക്കുവാൻ പോയ വയലിൻ്റെ നാദയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങൾ എന്നുള്ളതാണ് ഇതിലെ 7 ചോദ്യം. 8-ാമത്തെ ചോദ്യം, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മനോഹര ചിത്രം ആണ് ഈ പുസ്തകത്തിലെ എന്നുള്ളതാണ്. 3 വിധവകളുടെ ചരിത്രം ആണ് വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന 3 മനോഹര ചിത്രങ്ങൾ എന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇനിയും രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7 പ്രത്യേകതകളെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. 1, യഹൂദ വംശജയല്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പേരിൽ ഉള്ള ഒരു പുസ്തകം. 2-ാമത്തത്, ഭർത്താവിൻ്റെ ശേഷയ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന വഴി ദൈവം ഒരുക്കുന്ന രക്ഷാകരമായ ചരിത്രം. 3-ാമത്തത് എന്ന് പറയുന്നത്, കാലാപിറക്കുവാൻ പോയ വയലിൻ്റെ നാദയാക്കി മാറ്റുന്ന നീതിമാനായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്. 4-ാമത്തത്, 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം. 5-ാമത്തത് എന്ന് പറയുന്നത്, യഹോവയായ ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകരമായ ക്രമീകരണങ്ങളുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. 6-ാമത്തത് എന്ന് പറയുന്നത്, മശേഹിക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം. 7-ാമത്തത്, ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം. ഈ 7 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഒരിക്കൽ കൂടെ. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഹൂദ വംശജയല്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പേരിലുള്ള പുസ്തകം. ഭർത്താവിൻ്റെ മരണശേഷം അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന വഴി ദൈവം ഒരുക്കുന്ന രക്ഷാകര ചരിത്രം. 3-ാമത്, കാലാപിറക്കുവാൻ പോയ ആ വയലിൻ്റെ നാദയാക്കി മാറ്റുന്ന നീതിമാനായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്. 4-ാമത്തത് എന്ന് പറയുന്നത്, 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം. 5-ാമത്തത്, യഹോവയായ ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. 6-ാമത്തത് എന്ന് പറയുന്നത്, മശീഹിക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം. 7-ാമത്തത്, ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം. ഈ 7 കാര്യങ്ങളാണ് യൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ. അടുത്ത ചോദ്യം, 10-ാമത്തെ ചോദ്യം,
രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയ കാലത്തെ 11 വർഷങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ. ഇസ്രയേലിലെ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത കാലത്തെ 11 വർഷത്തിലെ സംഭവങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എലീമേലേക്ക് ഏത് വംശജൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. യഹൂദ വംശജൻ. എലീമേലേക്കിൻ്റെ മക്കൾ ആരൊക്കെയാണ്? മഹ്ലോനും തിൽ. 13ാമത്തെ ചോദ്യം, രൂത്ത് നവോമിയോടും ദൈവത്തോടും എന്തു പുലർത്തി എന്നുള്ളതാണ്. വിശ്വസ്തത പുലർത്തി. വീണ്ടും രൂത്ത് നവോമിയോടൊപ്പം ഏത് ദേശത്തേക്ക് പോയി? ബേത്ലഹേമിലേക്ക് പോയി. ബോവാസ് രൂത്തിനോട് എന്ത് കാണിച്ചതിനെക്കുറിച്ചാണ് നവോമിയോട് പറഞ്ഞത്? ദയ കാണിച്ചതിനെക്കുറിച്ച്. വീണ്ടും നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് രൂത്ത് ബോവാസിൻ്റെ എവിടെ എത്തുന്നു? മെതിക്കളത്തിൽ എത്തുന്നു. യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായത് ആരാണ്? ഓബേദാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. പുരുഷനും സ്ത്രീയും, യഹൂദനും യവനനും, പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവം മുമ്പാകെ ഒന്നാകുന്നു എന്ന അനുഭവം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. പുരുഷനും സ്ത്രീയും, യഹൂദനും യവനനും, പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവം മുമ്പാകെ ഒന്നാകുന്ന അനുഭവം. എസ്തേറിൻ്റെ പുസ്തകം എവിടെയെല്ലാം കാണുന്നു? എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും എസ്തേറിൻ്റെ പുസ്തകം കാണുന്നു എന്നുള്ളതാണ്. ഏത് യഹൂദ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള കഥയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ളത്? പൂരീം എന്ന് പറയുന്ന യഹൂദ ആഘോഷത്തിൻ്റെ പൂരീം പെരുന്നാളിൽ ഈ പുസ്തകം എത്ര തവണ വായിക്കുന്നു? 2 തവണ, സഹയാനത്തിലും അതുപോലെ തന്നെ പ്രഭാതത്തിലും. അടുത്ത ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് ദൃശ്യമാകുന്നത് എങ്ങനെ? യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഉപാചാപത്തിൻ്റെയും അതുപോലെ തന്നെ ഉണ്ടാകാനിരിക്കുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട ഒരു പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെയും കഥയാണ്. അപ്പം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു ജനതയുടെ വീണ്ടെടുപ്പ് ദൃശ്യമാകുന്നത് എങ്ങനെയാകുന്നു എന്നുള്ള ചോദ്യമാണ്. യഹൂദർക്ക് എതിരെ പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഉപാചാപത്തിൻ്റെയും അതുപോലെ തന്നെ ഉണ്ടാകാനിരിക്കുന്ന വംശഹത്യയുടെ അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ കഥ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആരെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നില്ല? ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ ഏത് രാജാവിൻ്റെ ഭരണകാലത്തെ ഉള്ളടക്കമാണ് പുസ്തകത്തിലുള്ളത്? അഹശ്വേരോശ് രാജാവിനെ അനുമാനിച്ചിരിക്കുന്നത് ആരുമായിട്ടാണ്? സർക്സസ് ഒന്നാമൻ എന്ന രാജാവുമായിട്ട്. എസ്തേറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടന്ന സമയം BC 483 482 വർഷങ്ങളിൽ ആരംഭിച്ചു 473 അവസാനിക്കുന്നവൻ. ഇനിയും സുറിയാനി സഭാപിതാവ് ആരാണ്? ബാർ എബ്രായ ആണ്. ജൂത വ്യാഖ്യാതാവ് ആരാണ്? എസ്തേർ റബ്ബ ആണ്. എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തേത് മെഗിലറ്റ് എസ്തേർ ആണ്. 29ാമത്തെ ചോദ്യം, എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിലെ അവസാനത്തേത് മെഗിലറ്റ് എസ്തേർ ആണ്. തൽമൂദ് അനുസരിച്ച് ആരെഴുതിയ മൂലഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമാണ്? മൊർദെഖായി. എസ്തേർ പുസ്തകം എന്ന് പ്രചാരത്തിലായി? BC 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി. എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രകടമാകുന്ന സന്മാർഗിക തത്വങ്ങൾ ഏവ? സഹോദരനെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുങ്ങണം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രകടമാകുന്ന സന്മാർഗിക തത്വങ്ങൾ ഏവ എന്നുള്ളത്? സഹോദരനെ സ്നേഹിക്കുക, ഒരു സമൂഹത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുങ്ങണം. അങ്ങനെ 32 ചോദ്യങ്ങൾ ആണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭംഗിയായി പഠിപ്പാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.